ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയും ലഞ്ച് ബോക്സ് ആയും സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായി ഇതുപോലൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്ത് ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. വളരെ നേരിയതായിട്ട് വേണം നിരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തൂക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ദോശ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഗ്രേറ്റഡ് ചീസ് ഒരു സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല ദോശക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ ഗ്രേറ്റഡ് ചീസ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ ചീസൊക്കെ മെൽറ്റ് ആകുമ്പോൾ പുറത്തേക്ക് പോകും. അതുകൊണ്ട് നന്നായിട്ട് സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കവർ ചെയ്ത് ഒരു മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഇപ്പം ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ടും കുക്ക് ചെയ്യാം. മറിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു 30 സെക്കൻഡ് നേരം ഇതുപോലെ കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ചീസ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചീസ് ദോശ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ് ചീസും സോസും ഒക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റേറ്റ് ആണ്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടും കഴിക്കാം. അപ്പോൾ ഇത് നമ്മളിത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കുട്ടികളുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തുവിടുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഉള്ളിൽ ചീസും സോസും ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.